ഹലോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മീഷോയിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും വീട്ടിലിടാൻ പറ്റുന്ന കുറച്ച് ഡ്രസ്സുകളുടെ റിവ്യൂ ആണ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷന് വേണ്ടി സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ മീഷോയുടെ ഒരു 2 ഹോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, സാരി ഹോളും കുർത്തി ഹോളും. സോ അതിനെല്ലാം തന്നെ നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഒത്തിരി പേര് വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല നല്ല റെസ്പോൺസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനൊക്കെ ഒത്തിരി നന്ദി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ അപ്പോൾ ആദ്യത്തെ ടീഷർട്ട് ഇതാണ്. ഇത് മീഷോയിൽ നിന്ന് 227 രൂപയ്ക്ക് മേടിച്ചിട്ടുള്ള ഒരു മെറൂൺ കളറിലെ കോട്ടൺ ബ്ലെൻഡ് ടീഷർട്ടാണിത്. അപ്പോൾ 227 രൂപയാണ്. പക്ഷേ അതിൽ ഓൺലൈനിൽ നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 19 രൂപയാണ് റിഡക്ഷൻ ഉണ്ട്. അതല്ല നമ്മൾ ഹോം ഡെലിവറി ആണെങ്കിൽ നമ്മൾ ഈ ഒരു കറക്റ്റ് പൈസ തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. സോ ഞാനിത് വാങ്ങുന്ന സമയത്തൊക്കെ അത്യാവശ്യം ഓഫറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ടീഷർട്ട് വാഷ് ചെയ്തതൊക്കെയാണ്. അപ്പോൾ ഇതിന് ചെറുതായിട്ട് ഒരു ചെറിയ രീതിയിൽ ഇതിന് കളർ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മെഷീൻ വാഷാണ്. പിന്നെ നമുക്ക് അല്ലാതെയൊക്കെ വാഷ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിന് ഒരു റൗണ്ട് നെക്കാണ് വരുന്നത്, റൗണ്ട് നെക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഷോർട്ടായിട്ടുള്ള സ്ലീവാണ് വരുന്നത്. അത്യാവശ്യം നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയുള്ള ടീഷർട്ടാണിത്. അപ്പം ഇത് കോട്ടൺ ബ്ലെൻഡ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് കോട്ടൺ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, നമ്മുടെ സാധാ ഒരു ബനിയൻ ക്ലോത്ത് പോലെ തോന്നുന്നില്ല. പക്ഷെ എന്നാലും മെറ്റീരിയൽ കംഫർട്ടബിൾ ആണ്. കോട്ടൺ ബ്ലെൻഡ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ നാരുകൾ ഇങ്ങനെ പൊങ്ങുന്നുണ്ട്, ചെറിയ രീതിയിൽ. അപ്പോൾ ചിലർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ എനിക്ക് അത്ര വലിയ കുഴപ്പം തോന്നിയില്ല. ഇത് പിക്കിൽ കാണുന്ന സമയത്തെ ഒരു ഒത്തിരി ഷോർട്ടായിട്ടുള്ള ഒരു ടീഷർട്ട് പോലെ തോന്നും. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആദ്യം എക്സൽ ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ അത് ഓൾട്ടർ ചെയ്തിട്ടാണ് ഈ ഒരു ടീഷർട്ട് വാങ്ങിയത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈസ് വാങ്ങിയത് മീഡിയം ആണ്. അപ്പോൾ മീഡിയം ആണ് കറക്റ്റ് സൈസായിട്ട് തോന്നിയത്. അപ്പം ഈ ഒരു ടീഷർട്ട് വർത്തായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ മീഷോയിലൊക്കെ അത്യാവശ്യം നല്ല ഓഫറൊക്കെ ഉള്ള സമയത്ത് വാങ്ങുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു റിഡക്ഷൻ കിട്ടുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ടീഷർട്ട് നോക്കാം. രണ്ടാമത്തെ ടീഷർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇത് 224 രൂപയാണ്. ഒരു ഗ്രേ കളറാണ്. അപ്പോൾ മറ്റേ ടീഷർട്ട് പോലെ തന്നെയാണ് ഇത് ഞാൻ മീഡിയം സൈസാണ് എടുത്തിട്ടുള്ളത്. ഷോർട്ട് സ്ലീവ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു റൗണ്ട് നെക്ക് ആയിട്ടുള്ള ഒരു ടീഷർട്ടാണിത്. അപ്പോൾ ഇതും കോട്ടൺ ബ്ലെൻഡ് ആണ്. ഇതും ഈ ഒരു ഗ്രേ കളർ ആയതുകൊണ്ട് തന്നെ അങ്ങനെ കളറൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ചെറുതായിട്ട് ഒരു നമ്മൾ വാഷ് ചെയ്യുന്നതിൻ്റെയൊക്കെ ചെറുതായിട്ടൊരു സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു പ്രശ്നം, അല്ലാതെ എനിക്ക് മുമ്പത്തെ ടീഷർട്ടായാലും ഇതായാലും അങ്ങനെ വലിയതായിട്ടുള്ള സ്റ്റിച്ചിങ്ങിനൊന്നും വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് 224 രൂപയാണ് പ്രൈസ്. അപ്പോൾ ഇത് നമ്മൾ ഓഫറുണ്ട്, ഓൺലൈനിൽ നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 20% ഒക്കെ ഓഫറുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇതും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ടീഷർട്ട് തന്നെയാണ്. നമുക്ക് നെക്സ്റ്റ് ടീഷർട്ട് നോക്കാം. അടുത്തത് 226 രൂപയുടെ ഒരു ടീഷർട്ട് തന്നെയാണ്, ഒരു ബീച്ച് കളറിൽ വരുന്നത്. എനിക്ക് ഈ ഒരു ബീച്ച് കളർ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടില്ലേ, അടിപൊളി. നല്ല ഒരു ഇതിൻ്റെ ഒരു സൈഡിലായിട്ടൊരു പപ്പീസിൻ്റെ ഒക്കെ പടം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇതൊന്നും പോയിട്ടില്ല കേട്ടോ. സാധാരണ ഞാൻ ഈ ഒരു പിക്ചറിലൊക്കെ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു ഇതൊന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഒരു സ്റ്റിക്കറൊക്കെ തന്നെ പോകുമെന്ന്. പക്ഷേ ഇത് പോയിട്ടൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിക്കറൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടീഷർട്ടാണിത്. അപ്പോൾ ഈ ഒരു ബീച്ച് കളറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് നമ്മളിന്ന് ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേകമായിട്ടൊരു ഒരു ഗ്ലേസ് തോന്നും, ഫേസിനൊക്കെ ഒരു ഗ്ലേസ് തോന്നാനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിപ്പം ഏത് കളറുള്ളവർക്കും ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായിട്ട്, ഇപ്പം ഞാൻ മുന്നേ ഒരു മീഷോ ഹോളിൻ്റെ ഒരു സാരി ഹോൾ കാണിച്ച സമയത്ത് അതായത് ഒരു പീച്ച് കളറുള്ള സാരി കാണിച്ചിട്ടില്ലേ, അത് ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ഒരു ഉടുക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേകമായിട്ട് മുഖത്തിനൊരു തിളക്കം തരുന്ന പോലെയാണ്. സോ അങ്ങനെയാണ് എനിക്ക് ഈ ഒരു ബീച്ച് കളറും തോന്നിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു കളറാണിത്. അപ്പോൾ ഇതിൻ്റെ തന്നെ പല കളേഴ്സ് അവൈലബിൾ ആണ്. സ്കൈ ബ്ലൂ, പിങ്ക്, യെല്ലോ ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എനിക്കിനി ഇതിൻ്റെ ഒരു സ്കൈ ബ്ലൂവും കൂടെ എടുക്കണമെന്നുണ്ട്. ഇത് അത്യാവശ്യം ഈ ഒരു പ്രൈസിനും അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല വർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് റൗണ്ട് നെക്ക്, അതുപോലെ തന്നെ ഒരു ഷോർട്ട് സ്ലീവായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത്
അത്യാവശ്യം ഒരു കഴുത്ത് കുറച്ച് കയറിയതാണ്. മുന്നേ കാണിച്ചിട്ടുള്ള ടീഷർട്ട് എല്ലാം കുറച്ച് കഴുത്ത് ഇറങ്ങിയിട്ടുള്ളതാണെങ്കിൽ ഇത് അത്യാവശ്യം ഒരു കഴുത്ത് ഏകദേശം കണ്ടില്ലേ, ഇവിടെ വരെ നമുക്ക് നിൽക്കും. എനിക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെ അത്ര വലിയ ടൈറ്റായിട്ടൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സൈസ് ഏകദേശം മീഡിയം ആണ് കേട്ടോ, മീഡിയം ആണ്. ഇത് അത്യാവശ്യം വാഷൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ചെറുതായിട്ട് വലിയെന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിന് എല്ലാ സൈസസും അവൈലബിളും ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ അവർ പറയുന്നത് കോട്ടൺ എന്നാണ്. പക്ഷേ ഇത് എനിക്ക് ഒരു ബനിയൻ ക്ലോത്ത് പോലെയൊക്കെ തന്നെയാണ് തോന്നുന്നത്. നമ്മുടെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബനിയൻ ക്ലോത്ത് പോലെയാണ് തോന്നുന്നത്. കോട്ടൺ ബ്ലെൻഡ് ആയിട്ടൊന്നും തോന്നുന്നില്ല. അത്യാവശ്യം അതിൻ്റെ നൂലൊന്നും അങ്ങനെ പൊങ്ങും അങ്ങനെയൊന്നുമില്ല. അത്യാവശ്യം ഒരു നല്ല ക്വാളിറ്റി ഉള്ള ടീഷർട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള പ്രോഡക്ട്സും കൂടെ നോക്കാം. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ടീഷർട്ടാണ്. ഇത് സ്റ്റൈൽ A1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ടീഷർട്ടാണ്. 214 രൂപയുടെ ഒരു ടീഷർട്ടാണ്. ഇത് പ്യുവർ കോട്ടൺ ആണ്. ഞാനിത് ആദ്യം മീഡിയം സൈസായിരുന്നു മേടിച്ചിരുന്നത്. പിന്നെ എനിക്കത് മീഡിയം ഭയങ്കര ടൈറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓർഡർ ചെയ്തിട്ട് XL ആണ് എടുത്തത്. അപ്പം XLും അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇത് വാഷ് ചെയ്ത സമയത്തൊക്കെ അത്യാവശ്യം ഒന്ന് വലിഞ്ഞു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു അത്യാവശ്യം നല്ലൊരു ലോങ് ആയിട്ട് കിടക്കുന്ന ഒരു ടീഷർട്ടാണ്. അപ്പോൾ മുന്നേ കാണിച്ചിട്ടുള്ള ടീഷർട്ട് പോലെയൊന്നുമല്ല. ഇത് ആ ഒരു പിക്ചറിൽ കാണിക്കുന്ന പോലെ തന്നെയാണ്. അത്യാവശ്യം ഒരു ലോങ് ആയിട്ടുള്ള ടീഷർട്ടാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് ഒരു ഹിപ്പ് ഏരിയയിലൊക്കെ കുറച്ച് താഴെയായിട്ട് കിടക്കുന്ന ഒരു ടീഷർട്ടാണിത്. അത്യാവശ്യം ഇത് കുറച്ച് കോട്ടൺ ഒക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇന്ന് വലിഞ്ഞു വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കളറ് പോയിട്ടുണ്ടായിരുന്നു. അതാണ് എനിക്ക് ഈ ഒരു ടീഷർട്ടിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ പിക്ചറിൽ കാണിക്കുന്ന സമയത്ത് ഒരു നല്ലൊരു സ്കൈ ബ്ലൂ ആണ് അതിനകത്തുള്ളത്. പക്ഷെ കിട്ടിയ സമയത്ത് എനിക്ക് അത്ര ഒരു സ്കൈ ബ്ലൂ ആ ഒരു സെയിം കളറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ചും കൂടി ഒരു ഗ്രീൻ കളറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു പ്രിന്റ് സെൽഫ് പ്രിന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വാഷ് ചെയ്താലൊന്നും പോകത്തൊന്നുമില്ല. അപ്പോൾ ചില ടീഷർട്ടുകളൊക്കെ ചില സ്റ്റിക്കറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഒരു അലക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് അത് പോകും. പക്ഷേ ഇതിന് അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. സെൽഫ് പ്രിന്റ് ആയതുകൊണ്ട് തന്നെ വലിയതായിട്ട് ഇതിൻ്റെ ആ ഒരു എഴുതിയിട്ടൊക്കെ ഉള്ള അതൊന്നും തന്നെ പോയിട്ടൊന്നുമില്ല. അടുത്തത് എനിക്ക് ഇതുവരെ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ ടീഷർട്ടുകളിലും എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ടീഷർട്ടാണ് ഇത്. അപ്പോൾ ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇത് 183 രൂപയ്ക്കാണ് ഞാൻ ഈ ഒരു ടീഷർട്ട് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് അബോഫ് എന്നാണ്. ABOF, അബോഫ് ബൈ ആദിത്യ ബിർള. എനിക്കിത് ബിർള കമ്പനിയുടെ ആണോ എനിക്കറിയില്ല കേട്ടോ. അങ്ങനെയാണ് ഇതിനകത്ത് ബ്രാൻഡ് കൊടുത്തിട്ടുള്ളത്, അബോഫ് എന്നാണ്. ഇത് മീഡിയം സൈസാണ്. ഇതിനകത്ത് ചെറിയതായിട്ടൊരു പ്രിന്റ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ കുറേ തവണയൊന്നും ഉപയോഗിച്ചിട്ടില്ല. 1-2 തവണ ഞാനൊന്ന് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ കളറേ പോയിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് ഒരു യെല്ലോ ടീഷർട്ട് വാങ്ങണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മേടിച്ചിട്ടുള്ളതായിരുന്നു ഈ ഒരു ടീഷർട്ട്. അപ്പോൾ ഇതൊരു പ്യുവർ കോട്ടൺ എന്നാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. അപ്പം ക്വാളിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ഒരു കോട്ടൺ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണിത്. നമുക്ക് ചൂട് സമയത്തായാലും തണുപ്പ് സമയത്തും ഒക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒത്തിരി കട്ടിയായിട്ടുള്ള അല്ല കേട്ടോ, അത്യാവശ്യം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ ഇത് കളറ് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വീട്ടിൽ മാത്രമല്ല, ഇത് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാനായിട്ടൊക്കെ ഒന്ന് ജീൻസിൻ്റെ കൂടെയൊക്കെ ഒന്ന് വെയർ ചെയ്യാം. അങ്ങനെയൊക്കെ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു ടീഷർട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റൗണ്ട് നെക്കാണ്. അതുപോലെ തന്നെ ഇതിനൊരു ഷോർട്ട് സ്ലീവാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം ഷോർട്ടായിട്ടുള്ള ഒരു സ്ലീവാണ്. നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ള ടീഷർട്ടിൻ്റെ പോലെ ഒത്തിരി ഇറക്കമുള്ളതല്ല കേട്ടോ. ഇത് മീഡിയം ആണ്. എനിക്ക് കുറച്ചൊരു പിടുത്തമുണ്ട്. ഈ അണ്ടർആമിൻ്റെ അവിടെ ആയിട്ട് ചെറുതായിട്ടൊരു പിടുത്തമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഒരു സൈസിന് കുറച്ച് അപ്പ് വേണമെങ്കിൽ എടുക്കാം. ഇത് പിന്നെ എനിക്ക് അങ്ങനെ അധികം യൂസ് ചെയ്യാത്തത് കൊണ്ടാണോ എന്നറിയത്തില്ല, അങ്ങനെ വലിയായിട്ട് വലിഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ അത്യാവശ്യം നല്ല ഒരു മീഡിയം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇത് ഇപ്പം ബനിയൻ ക്ലോത്ത് ഒക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് കഴിയുമ്പോൾ ഒന്ന് വലിയതായിരിക്കും. ഇതിൽ അത്യാവശ്യം ഒത്തിരി അങ്ങ് ഇറങ്ങിയ കഴുത്തൊന്നുമല്ല കേട്ടോ. കണ്ടില്ലേ, ഇത്രയും ഒരു കഴുത്തിന് കുറച്ചൊന്ന്
കയറി നിൽക്കുന്നതാണ്. പിന്നെ ബാക്കിൽ അതുപോലെ തന്നെ അത്യാവശ്യം നമ്മുടെ മുകൾ വശം വരെ കവർ ചെയ്ത് വരുന്നതായിട്ടാണ് അതിൻ്റെ ബാക്ക് വശം. സോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വേറൊരു ടീഷർട്ട് കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു ഗ്രീൻ കളറിലത്. അതും എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ പ്രാവശ്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഫെയ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഒന്ന് കളറൊക്കെ പോയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാത്തത്. അപ്പോൾ അതിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അത് ബാക്ക് വശമൊക്കെ ഇതുപോലെ കയറിയിട്ടാണ് ഉള്ളതെങ്കിലും അത്യാവശ്യം കഴുത്തൊക്കെ അത്യാവശ്യം ഒരു വീനൊക്കെ ആയിട്ടാണ് വരുന്നത്. അത് ഞാൻ മുന്നേ ഒരു അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോയിൽ തമ്പനെയിലായിട്ട് ഞാൻ അതിൻ്റെ ആ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിട്ടിട്ട് ഒരു ഫോട്ടോ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു പച്ചയാണ് കേട്ടോ, നല്ലൊരു ഗ്രീൻ കളറാണ്. സോ അത് നമുക്ക് വേണമെങ്കിൽ ജീൻസിൻ്റെ ഒക്കെ കൂടെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ചെറുതായിട്ടൊന്ന് ഫെയ്ഡ് ആയിട്ടുണ്ടായിരുന്നു, അത് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ സെയിം മെറ്റീരിയലാണ്, പ്യുവർ കോട്ടൺ ആണ്. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ടീഷർട്ടുകളുടെ കളക്ഷൻസ് ഒക്കെ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി പാൻസ് ഒക്കെ ഒന്ന് നോക്കാം. ഇത് മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു 239 രൂപയ്ക്ക് വരുന്ന ഒരു നല്ലൊരു പൈജാമയാണ് ഇത് ലവ് ബ്ലഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആണ്. അപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ അത്യാവശ്യം കുറേ കളക്ഷൻസ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഈ ഒരു കളറാണ് ഇഷ്ടപ്പെട്ടത്. വേറെ ഒത്തിരി കളറുണ്ട്, ഒരു ഗ്രേ കളറിലുള്ളത്, യെല്ലോ, അങ്ങനെ ഒത്തിരി കളറിലുള്ള പൈജാമാസ് ഉണ്ട്. അപ്പം ഈ ഒരു ബ്രാൻഡ് ഉണ്ടല്ലോ, ലവ് ബ്ലഷ് എന്ന് പറഞ്ഞ ഈ ബ്രാൻഡ് അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ളൊരു ബ്രാൻഡാണ്. അപ്പം ഞാൻ അങ്ങനെ നോക്കിയെടുത്തതാണ്. ഇതൊരു പൈജാമ പോലെ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ടൈറ്റ് പോലെ തോന്നാം. അപ്പോൾ ഇതേ കണ്ടോ, ഏകദേശം അത്യാവശ്യം ഒരു ടൈറ്റ് പോലെ ആയിട്ടാണ് കേട്ടോ. ഇതൊരു പലാസ പോലെയൊന്നുമല്ല. സൈസ് ഞാൻ XL ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫിറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള സൈസ് ചൂസ് ചെയ്യാം. പ്രിൻ്റൊക്കെ വരുന്നുണ്ട്, കുറേ ഫ്രൂട്ട്സിൻ്റെയൊക്കെ കുറേ ഒരു പ്രിൻ്റായിട്ടൊക്കെ വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒരു സെൽഫ് പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ വാഷ് ചെയ്ത സമയത്ത് ചെറുതായിട്ട് കളർ ഫെയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നാലും നമ്മൾ വീട്ടിലൊക്കെ ഇടുന്നതല്ലേ, എനിക്ക് അത്ര വലിയ പ്രശ്നമില്ല. നമ്മൾ കോട്ടൻ്റെ ഒക്കെ എന്തായാലും നമ്മൾ വാഷ് ചെയ്യുമ്പോൾ എന്തായാലും ചെറുതായിട്ടൊക്കെ കളർ പോകുമല്ലോ. എന്ന് വെച്ചിട്ട് അത്ര വലിയതായിട്ടുള്ള ഒരു കളറൊന്നും പോയിട്ടില്ല. അത്യാവശ്യം ഒരു ലൈറ്റ് പീച്ച് തന്നെയായിരുന്നു ഇത്. പിന്നെ എന്താണ്, നമ്മൾ വീട്ടിലൊക്കെ ഇടുന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. താഴ്വശത്തായിട്ട് ചെറുതായിട്ടൊരു പിടുത്തം പോലെ തോന്നും. പക്ഷേ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ച് പ്രാവശ്യമൊക്കെ ഇത് വാഷ് ചെയ്ത സമയത്ത് ഇത് കോട്ടനൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇത് ലോങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തത് ഈ ഒരു 3 പലാസയാണ്. ഒരു ഗ്രേ കളറും അതുപോലെ തന്നെ ഒരു മെറൂൺ, ഒരു ഡാർക്ക് ഗ്രീന്. അത്യാവശ്യം ഈ ഒരു 3 കളേഴ്സും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള കളേഴ്സാണ്. പിന്നെ ബാക്കിൽ അമ്പലത്തിൽ വൈകുന്നേരം ഒരു പാട്ടിട്ടിട്ടുണ്ട്. അതിൻ്റെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരികയാണെങ്കിൽ സോറി, അപ്പോൾ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഈ ഒരു പലാസോ 250-നും പിന്നെ ഈ രണ്ടാമത്തെ ഒരു കോംബോ ആയിട്ട് എടുത്തിട്ടുള്ളത് 279 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇത് 3ഉം ഞാൻ ഏകദേശം ഒരു 4 താഴെ റേറ്റിംഗ് ആണ് ഉള്ളത്. ഏകദേശം ഒരു 3.6, 3.2 ഒക്കെയാണ് ഉള്ളത്. പക്ഷേ എന്ന് വെച്ചിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഇല്ലയെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ലൈക്രാന്ന് ആണ് കൊടുത്തിട്ടുള്ളത് മെറ്റീരിയൽ. ലോങ് ഒക്കെ ആയിട്ടുള്ള ഒരു പലാസയാണ് ഇത് 3ഉം. ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇപ്പം ഞാനിത് വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ കുർത്തീസിൻ്റെ ഒക്കെ കൂടെ വേണമെങ്കിൽ പെയർ ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പലാസയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് വാഷ് ചെയ്തിട്ട് അതിൻ്റെ കളറൊന്നും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ്. ഇതിൻ്റെ തന്നെ കുറേ സ്കേർട്ടുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ചെറിയ സ്ട്രൈപ്പ് പോലെയൊക്കെയാണ് വരുന്നത്, ഒരു ചെറിയൊരു ഞുറു പോലെയൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. അപ്പം അത്യാവശ്യം നല്ല ഒരു ഇറക്കമൊക്കെയുള്ള പലാസയാണ്. പിന്നെ ഇതിൻ്റെ സൈസ് ഒരു കുറേ സൈസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എടുത്തിട്ടുള്ള സൈസ് 36 ആണ്. ഞാൻ ഈ പലാസയൊക്കെ ആദ്യം ഞാൻ ഇത് കിട്ടിയ സമയത്ത് യൂസ് ചെയ്തപ്പോൾ ചെറുതായിട്ട് എനിക്കൊരു ഇച്ചിങ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ഇറിറ്റേഷൻ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാഷൊക്കെ ചെയ്ത് 2-3 തവണയൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയ സമയത്ത് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ചിലപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ ആണോ എന്നറിയില്ല,
എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ള വീട്ടിലിടുന്ന ഡ്രസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിൻ്റെ എല്ലാം തന്നെ ലിങ്കും കോഡും എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഇഷ്ടമുള്ളതൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.